അപ്പോ നമ്മൾ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡ് റോയിനെ നമ്മൾ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 3 നമ്മൾ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 1/3 എന്തായി മാറും? ഇതൊന്ന് കട്ട് ചെയ്ത് 1 എന്ന് വരും. അടുത്ത 4നെ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 1/3 എന്ന് പറയുന്നത് എന്തായി മാറും? 4/3 ആയിട്ട് മാറും അവിടെ. അപ്പൊ അതായിരുന്നു നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ സെക്കൻഡ് റോയിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതുപോലെ നമുക്ക് ഫസ്റ്റ് റോയിനെ നമുക്ക് ഒരു പർട്ടിക്കുലർ നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സെക്കൻഡ് റോയിനെ നമുക്ക് ഒരു പർട്ടിക്കുലർ നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് നമ്മുടെ രണ്ടാമത്തെ എലമെന്ററി ഓപ്പറേഷൻ പറയുന്നത്. അപ്പൊ ആദ്യത്തെ എലമെന്ററി ഓപ്പറേഷന് രണ്ടാമത്തെ എലമെന്ററി ഓപ്പറേഷന് സിമ്പിൾ ആണ്. ഇനി അടുത്തത് മൂന്നാമത്തെ എലമെന്ററി ഓപ്പറേഷൻ. അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അതാണ് കുറെ പേർക്കെങ്കിലും ഇച്ചിരി ഡൗട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കാം. മൂന്നാമത്തെ എലമെന്ററി ഓപ്പറേഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു. A is equal to 1, 2, 3, 4. ഞാൻ പറയാണ്, ഈ 3നെ എനിക്ക് 0 ആക്കണം. ഈ 3നെ എനിക്ക് എന്താക്കണം? 0 ആക്കണം. എന്ത് ചെയ്യും ഞാൻ? അപ്പൊ വരുന്ന ഉപയോഗമാണ് ഇനി പറയാൻ പോകുന്ന മൂന്നാമത്തെ എലമെന്ററി ഓപ്പറേഷൻ. 3നെ എന്തെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, 3നെ ഇപ്പൊ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ആയി മാറും, 0 ആവില്ല. 3നെ 0 ആക്കണമെന്നുണ്ടെങ്കിൽ 3 കൊണ്ട് കുറയ്ക്കണം, എന്നാലേ 3 0 ആവുള്ളൂ. 3നെ 0 ആണെങ്കിൽ 3 കൊണ്ട് കുറയ്ക്കണം. 2നെ 0 ആക്കണമെങ്കിൽ 2 കൊണ്ട് കുറയ്ക്കണം. 2 - 2 ചെയ്താലേ 0 ആവുള്ളൂ. -1നെ 0 ആക്കണമെങ്കിൽ +1 ചെയ്യണം, എന്നാലേ 0 ആവുള്ളൂ. 10നെ 0 ആക്കണമെന്നുണ്ടെങ്കിൽ -10 ചെയ്യണം, എന്നാലേ 0 ആവുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ 3നെ 0 ആക്കണമെന്നുണ്ടെങ്കിൽ -3 ചെയ്യണം, ആണോ? അപ്പം എന്താണ് അവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെറുതെ നമുക്ക് രണ്ടിനും മൈനസ് കൊടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു 1 കിടപ്പില്ലേ? ഫസ്റ്റ് റോയിൽ ഒരു 1 കിടപ്പില്ലേ? ഉണ്ട്. ഞാൻ എന്ത് ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് റോനെ ടോട്ടലി ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ. ഫസ്റ്റ് റോനെ ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 3 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ ഈ 1 എന്തായി മാറും? 3 ആയി മാറും. എന്നിട്ട് ഈ റോയും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ പോരെ? ഒന്നും കൂടെ. ഫസ്റ്റ് റോനെ ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? രണ്ടാമത്തെ റോയും ഇതും തമ്മിൽ അങ്ങ് കുറയ്ക്കും. അപ്പൊ എന്ത് സംഭവിക്കും നോക്കി. ഇത് നമ്മള് സെക്കൻഡ് റോയിലാണ് മാറ്റം വരുത്തുന്നത്. അതായത് R2 ചേഞ്ചസ്. എനിക്ക് ഇതിനെ മാത്രം 0 ആക്കിയാൽ മതി. നമ്മൾ ഇവിടുത്തെ ഓപ്പറേഷൻ ചെയ്യുന്നത് ഈ ഒരു R2 സെക്കൻഡ് റോനെ മാറ്റാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ അത് വിട്ടേക്ക്. നമ്മളിപ്പോ സെക്കൻഡ് റോനെ മാത്രമേ മാറ്റുന്നുള്ളൂ. ഞാൻ പറയുവാണ്, ഈ 3നെ എനിക്ക് 0 ആക്കണം. ഈ 3നെ 0 ആക്കാൻ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, -3 ചെയ്താൽ മാത്രമേ ആ 3 0 ആവത്തുള്ളൂ. ഓക്കെ, -3 അവിടെ നിന്ന് നമുക്ക് എങ്ങനെ ഒപ്പിക്കും? മുകളിൽ ഒരു 1 കിടപ്പുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റോനെ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു എലമെന്റിനെ മാത്രമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ റോനെ ഞാൻ മൊത്തത്തിൽ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ റോയും തമ്മിൽ കുറയ്ക്കും. അപ്പൊ 3 - 3 0 ആയി മാറില്ലേ? ആ ചേഞ്ച് വരുന്നത് സെക്കൻഡ് റോയ്ക്ക് മാത്രമാണ്. ഫസ്റ്റ് റോയ്ക്ക് നമ്മൾ ജസ്റ്റ് ഇത് ഈ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. അവിടെ മാറ്റമൊന്നും വരില്ല. സെക്കൻഡ് റോയ്ക്ക് മാത്രമാണ് നമ്മൾ ഈ ചേഞ്ച് വരുത്തുന്നത്. എനിക്ക് ഇത് മാത്രം 0 ആയാൽ മതി, ഇതിലൊരു മാറ്റവും വരുത്തണ്ട എനിക്ക്. അപ്പൊ ഇതിനെ 0 ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ ഒന്ന് നോക്കുക എല്ലാവരും. R2നെ മാത്രമേ ഞാൻ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. R2 സെക്കൻഡ് റോനെ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഈ റോയിൽ മാത്രമാണ് ഞാൻ ഓപ്പറേഷൻ നടത്താൻ പോകുന്നത്. അപ്പൊ R2 ചേഞ്ചസ് ടു R2 - 3R1. എങ്ങനെയാണ് അത് വന്നത്? അതായത് R2ൽ 2 എലമെന്റ് ആണുള്ളത്, 3ഉം 4. അപ്പൊ R2ൽ ആദ്യത്തെ എലമെന്റ് പോകും 3. അടുത്ത സിമ്പിൾ എന്താണ്? -3 × R1ലെ എലമെന്റ്. R1ലെ ആദ്യത്തെ എലമെന്റ് ഏതാണ്? 1. 3 - 3 എന്തായി മാറും? അത് 0 ആയി മാറും. അതായത് എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു, ഇതിന് 0 ആക്കേണ്ടത് ആവശ്യം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. അപ്പൊ 3നെ 0 ആക്കണമെന്നുണ്ടെങ്കിൽ -3 ചെയ്താലേ 0 ആവുള്ളൂ. അപ്പൊ -3 ചെയ്യാനായിട്ട് മുകളിൽ ഒരു 1 ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റോനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈ റോനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ റോയും കൂടെ കുറയ്ക്കും. അപ്പൊ അതൊന്നും 0 ആവും. അതാണ് ഞാൻ ഇവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ ഒന്നുകൂടെ നോക്ക്. രണ്ടാമത്തെ എലമെന്റ് ഇത് നിങ്ങൾ സെക്കൻഡ് റോയിൽ മൊത്തം മാറ്റണം. ഞാനിപ്പോ സെക്കൻഡ് റോയിൽ ആദ്യത്തെ എലമെന്റ് മാറ്റി. സെക്കൻഡ് റോയിലെ രണ്ടാമത്തെ എലമെന്റ് ഏതാണ്? R2ൽ രണ്ടാമത്തെ എലമെന്റ് ഏതാണ്? 4. അടുത്തെന്താണ് സിമ്പിള്? -3 ×
3 ഇൻറ്റു R1. R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ മുകളിൽ ഇതിന്റെ തൊട്ട് മുകളിൽ ഫസ്റ്റ് റോയിൽ എന്താ ഏത് എലമെന്റ് ആണെന്ന് നോക്കുക. അത് ഏത് എലമെന്റ് ആണ്? 2. അപ്പൊ 4 മൈനസ് 3 ഇൻറ്റു 2 എന്തായി മാറും? 6 ആയി മാറും. 4 മൈനസ് 2 ആൻസർ എത്രയെന്ന് വരും? -2. അപ്പൊ ഇത് എന്തായി മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെ ചേഞ്ച് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് റോയിൽ ഒരു മാറ്റവും ഇല്ല. കാരണം നമ്മൾ സെക്കൻഡ് റോയിൽ മാത്രമേ ചേഞ്ച് വരുത്തുന്നുള്ളൂ. പിന്നെ ഇവിടെ ഫസ്റ്റ് റോയിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, ഞാനിവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനിവിടെ സെക്കൻഡ് റോയിൽ ഇതിനെ 0 ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതൊരു സെക്കൻഡ് റോയിൽ മാത്രമേ ആ ഒരു മാറ്റം വരുള്ളൂ. ഫസ്റ്റ് റോയിൽ നിങ്ങൾ മാറ്റരുന്നുള്ള അതിന്. ഫസ്റ്റ് റോയിൽ ഒരു മാറ്റവും കൊണ്ടുവരുന്നില്ല, 1 2 തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. അവിടെ സെക്കൻഡ് റോയിൽ ഈ 3നെ എനിക്ക് 0 ആക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ റോയിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് രണ്ടും തമ്മിൽ കുറച്ചു. അപ്പൊ 3 മൈനസ് 3 എന്തായി മാറി? 0 ആയി മാറി. അടുത്തത് 4 മൈനസ് 3 ഇൻറ്റു 2 എന്താന്ന് കിട്ടി നമുക്ക്? 4 മൈനസ് 3 ഇൻറ്റു 2 -2 എന്ന് കിട്ടി. ഇങ്ങനെ ആയിരിക്കും ആ ഓപ്പറേഷൻ വരുന്നത്. അപ്പൊ മൂന്നാമത്തെ ഓപ്പറേഷൻ ഇതാണ്. ഇതിനെ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ Ri ചേഞ്ചസ് ടു Ri പ്ലസ് K ഇൻറ്റു Rj. അതായത് ഒരു പർട്ടിക്കുലർ റോവിനെ മാറ്റാൻ പോവാണ്. അതായത് ആ പർട്ടിക്കുലർ റോയും വേറെ ഏതെങ്കിലും ഒരു റോയിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ തമ്മിൽ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അതാണ് അതെന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് റോയിൽ ഞാൻ മാറ്റം വരുന്നതാണ്. R1 ചേഞ്ചസ് ടു ആ റോയും പിന്നെ വേറൊരു റോ സെക്കൻഡ് റോ ആണെന്ന് വെച്ചു. സെക്കൻഡ് റോയിൽ എനിക്കൊരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ 3 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ആണ്. അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ആ ഓപ്പറേഷൻ വരുന്നത്. R1 ചേഞ്ചസ് ടു R1 പ്ലസ് 3R2. ഇപ്പൊ വേറെ ഒരെണ്ണം പറയുകയാണെങ്കിൽ ഇപ്പൊ സെക്കൻഡ് റോയിൽ ഞാൻ മാറ്റം വരുത്താൻ പോകും. സെക്കൻഡ് സെക്കൻഡ് റോയിൽ ഞാനിപ്പോ ഒരു ഫസ്റ്റ് റോയില് ഞാൻ ഒരു -3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ -3 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ എന്തെന്ന് വരുന്നത്? -3R1. ഇങ്ങനെയെല്ലാം നമുക്ക് ആവശ്യം അനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത്. Ri ചേഞ്ചസ് ടു Ri പ്ലസ് K ഇൻറ്റു RJ. അതായത് നമ്മൾ ഒരു റോയിനെ ചെയ്യുമ്പോൾ ആ റോയിനെ നമുക്ക് വേറൊരു റോയില് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തമ്മിൽ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യാം. അതായത് ഈ സെക്കൻഡ് റോയിനെ ചെയ്യാനായിട്ട് ഞാനിപ്പോ ഫസ്റ്റ് റോയിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവര് തമ്മിൽ ആഡ് ചെയ്യോ ഇവരെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യാം. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ ആണ്. നിങ്ങൾക്ക് പ്രശ്നമില്ല, നമ്മൾ പ്രോബ്ലത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഐഡിയ ആയിക്കോളും. ഇത് മനസ്സിലാക്കി എടുത്തേ പറ്റുള്ളൂ അത്. അപ്പൊ ഞാൻ ആ ഒരു പ്രോബ്ലത്തിന്റെ ഒരു കാര്യത്തിലോട്ട് വരാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇതാണ് മൂന്നാമത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അപ്പൊ നോക്കുക, ഞാൻ ആദ്യത്തെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുവാണ്. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യന്റെ പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ ഇപ്പൊ പറയുന്നില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ചെറിയൊരു പാർട്ട് മാത്രം ആദ്യം പറയാം. ഞാൻ വരുന്നത് പറയുവാണ്. ഒരു 3 5 1 2 ഇങ്ങനെ ഒരെണ്ണം തന്നിട്ടുണ്ട്. ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കും. ഇപ്പൊ ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നമ്മൾ ഒരു ഭാഗം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി എടുക്കും. ഇതിനെ ഞാൻ ആക്കി എടുക്കും. ഞാൻ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഈ ഓപ്പറേഷൻസ് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. നിങ്ങളെ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ പറയുന്നില്ല, ക്വസ്റ്റ്യൻ ഞാൻ മൊത്തത്തിൽ പറഞ്ഞ് ചെയ്തു വരാം. അപ്പോൾ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഈ ക്വസ്റ്റ്യന്റെ ഇതിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യം വരുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി എടുക്കും. ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി എടുക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ഈ എലമെന്റിന് ഇവിടത്തുള്ള എലമെന്റിനെ 1 ആക്കണം. ഐഡന്റിറ്റി മെട്രിക്സ് എന്താണ്? 1 0 0 1 അല്ലേ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഐഡന്റിറ്റി മെട്രിക്സ് ആക്കാനായിട്ട് ആദ്യം നിങ്ങൾ ഇവിടെ ഉള്ള എലമെന്റിനെ എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് ഓപ്പറേഷൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള എലമെന്റിനെ നിങ്ങൾ 1 ആക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള എലമെന്റിനെ നിങ്ങൾ 0 ആക്കണം. കറക്റ്റ് ഓർഡറിലേക്ക് പോവോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. ആദ്യം നിങ്ങൾ ഇവിടെ ഉള്ള എലമെന്റിനെ നിങ്ങൾ എന്താക്കണം? 1 ആക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴോട്ട് വരും. ഈ എലമെന്റിന് നിങ്ങൾ എന്താക്കണം? 0 ആക്കണം. ആ എലമെന്റ് നിങ്ങൾ എന്താക്കണം? 0 ആക്കണം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരിക. ഈ എലമെന്റ് നിങ്ങൾ എന്താക്കണം? 1 ആക്കണം. ആ എലമെന്റ് നിങ്ങൾ എന്താക്കണം? 1 ആക്കണം. അത് കഴിഞ്ഞ് ഇതിലോട്ട് വരിക. ഈ എലമെന്റ് നിങ്ങൾ എന്താക്കണം? 0 ആക്കണം. അപ്പൊ 1 0 0 1 ആയി മാറും. അപ്പൊ ഇതാണ് ഇത്. ശരിക്കും എന്താണ് ഒരു ക്വസ്റ്റ്യന്റെ ഒരു പാർട്ട് മാത്രമാണ് ഇതെന്ന് പറയാം. ഞാൻ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ പറയുന്നില്ല, ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് നമ്മുടെ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ. അപ്പൊ ആദ്യം ഈ എലമെന്റിനെ നമ്മൾ 3 ഓപ്പറേഷൻ പഠിച്ചിട്ടുണ്ട്. എന്ത് ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്തിട്ട് ഇതിനെ 1 ആക്കണം. അടുത്തത് ഇതിനെ 0 ആക്കണം. ഇതിനെ 1 ആക്കണം. ഇതിനെ 0 ആക്കണം. 1 0 1 0 0 1. അതായത് ഒരു ഐഡന്റി മെട്രിക്സ് ആക്കി എടുക്കണം ഈ ഇതിനെന്ന് പറയുന്നത്. അപ്പോ ബാക്കി ഇനിയും പറയാനുണ്ട്, അത് നമുക്ക് പിന്നീട് ഇടാം. ബാക്കി കാര്യങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെ നമുക്ക് എലമെന്ററി ഓപ്പറേഷൻ വെച്ചിട്ട് ഇങ്ങനെ ആക്കി എടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് ജസ്റ്റ് നമ്മളൊരു ക്വസ്റ്റ്യന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ എടുത്ത് ചെയ്യാൻ പോവാണ്.
അപ്പൊ ആദ്യം നിങ്ങൾ ഇതിനെ ഇവിടുത്തെ എലമെന്റ് 1 ആക്കണം, ഇവിടുത്തെ എലമെന്റ് 0 ആക്കണം, ഇവിടുത്തെ എലമെന്റ് 1 ആക്കണം, ഇവിടുത്തെ എലമെന്റ് 0 ആക്കണം. ഇതാണ് നിങ്ങളുടെ പ്രൊസീജിയർ. അതിന് നിങ്ങൾക്ക് മൂന്ന് നിങ്ങൾ ഓപ്പറേഷൻസ് പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ 3 ഓപ്പറേഷൻ വെച്ചിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നോക്കി 3 5 1 2 നോക്കി. ആദ്യം എനിക്ക് ഇവിടത്തെ എലമെന്റ് 1 ആക്കണം. 3നെ 1 ആക്കാൻ എനിക്കറിയാം. ഏതൊരു നമ്പറിനെ 1 ആക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്താൽ മതി, അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. 3നെ 1 ആക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. 2നെ 1 ആക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. -5 ആണെങ്കിൽ അതിനെ 1 ആക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 ആവില്ല എന്ന് പറയുന്നത്. മൈനസും കട്ട് ചെയ്ത് 5 കട്ട് ചെയ്ത് 1 എന്ന് വരും. ഇവിടെ 3 കട്ട് ചെയ്ത് എത്ര എന്ന് വരും, 1 എന്ന് വരും. അപ്പൊ അതിനെ 1 ആക്കാനായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ എലമെന്റിനെ മാത്രമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ ഈ റോ ഫുള്ളായിട്ട് ചെയ്യണം. ആ റോ എന്താക്കണം, നിങ്ങൾ ഫുള്ളായിട്ട് ചെയ്യണം. പക്ഷേ അതൊരു മെത്തേഡാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് വേണം സ്വീകരിക്കാനായിട്ട്. എന്താണ് ആ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്? ഇവിടെ വേറൊരു മാർഗം കൂടെ ഉണ്ട് ഇവിടുത്തെ എലമെന്റിനെ 1 ആക്കാനായിട്ട്. ഏതാണ് ആ മാർഗം എന്ന് പറയുന്നത്? ഈ എലമെന്റിനെ 1 ആക്കാനായിട്ട് ഇവിടെ വേറൊരു മാർഗം കൂടെ ഉണ്ട്. എന്താണ് ആ മാർഗം എന്ന് പറയുന്നത്? അതാ നോക്കിയാൽ തൊട്ട് താഴെ ഒരു 1 കിടപ്പില്ലേ, ഇല്ലേ? ജസ്റ്റ് ഇത് രണ്ടും കൂടെ ഇന്റർചേഞ്ച് ചെയ്താൽ പോലെ നമുക്കത് 1 ആക്കി കിട്ടാനായിട്ട്. അതല്ലേ ഏറ്റവും എളുപ്പമായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് മറ്റേത് ചെയ്യാത്തത്? മറ്റേത് നിങ്ങൾ ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നത്. ഇവിടെ നിങ്ങൾ 1 ഉണ്ടെങ്കിൽ ഇത് ഇന്റർചേഞ്ച് ചെയ്യാനേ പാടുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഈ ഫസ്റ്റ് റോനെ നിങ്ങൾ 3നെ നമുക്ക് 1 ആക്കാൻ വേണ്ടിയിട്ട് 1/3 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് വെച്ചോ. 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 1/3 എത്രയായി മാറും, 1 ആയി മാറും. 5 × 1/3 എത്രയായി മാറും, 5 × 1/3. ഞാൻ പറഞ്ഞു ഒരു റോ ഫുൾ ആയിട്ട് ചെയ്യണം നിങ്ങൾ. R1 ചേഞ്ചസ് ടു 3 1/3 1/3 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 1/3 × R1. ഫസ്റ്റ് റോനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്, 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ 1/3 × R1. 5 × 1/3 എന്തായി മാറും, 5/3 ആയി മാറും. ചോദ്യത്തിൽ ആദ്യമേ ഫ്രാക്ഷൻ ഒക്കെ വരും. ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചെയ്യാൻ നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യാനായിട്ട് കുറച്ച് കഷ്ടപ്പെടും അവിടെ എന്ന് പറയുന്നത്. കുറച്ച് ചിലപ്പോൾ കൺഫ്യൂഷൻ ഒക്കെ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഫ്രാക്ഷൻ ഒക്കെ മാക്സിമം ഒഴിവാക്കി വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, താഴെ ഇവിടെ ഒരു 1 കിടപ്പുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ 2 റോയും കൂടെ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താൽ മതി. 2 റോയും കൂടെ തമ്മിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഇന്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പൊ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ എന്താണ്, R1 ഇന്റർചേഞ്ചസ് വിത്ത് R2. എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യാൻ കാരണം, ഇവിടത്തെ എലമെന്റ് ആദ്യം എനിക്ക് എന്താക്കണം, 1 ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 1 കിടപ്പുണ്ട്. ഇവര് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 ആയി കിട്ടും നമുക്ക്. അതാണ് നമ്മുടെ ആദ്യത്തെ ഓപ്പറേഷൻ. അപ്പൊ ഇവിടെ 1 അല്ലെങ്കിലോ സാർ, ഇവിടെ എനിക്ക് 5, ഇവിടെ എനിക്കൊരു 5 ആയിരുന്നെങ്കിലോ ഞാൻ എന്ത് ചെയ്തേനെ സാർ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നേ ചെയ്യാനുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. ഈ 3നെ നിങ്ങൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 1/3. അതായത് നിങ്ങൾ ഈ റോനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഇവിടെ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 വരുമോ, ഇല്ല. അപ്പൊ ഇവിടെ പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഈ റോനെ നിങ്ങൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ ഇതിനാദ്യം 1 ആക്കണം. അപ്പൊ 3നെ 1 ആക്കാനായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അത് തന്നെ ഇവിടെയും മൾട്ടിപ്ലൈ ആണ് നിങ്ങൾ. അപ്പൊ ആദ്യമേ തുടക്കം മുതലേ ഫ്രാക്ഷൻ വരും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിയുകയാണെങ്കിൽ ഇച്ചിരി പാടാണെന്ന് ഒന്ന് ഓർത്തിരിക്കും. ഓക്കെ. അപ്പൊ ഏതായിരുന്നു, ഇവിടെ 1 ആയിരുന്നു. അപ്പം 3 5 1 2. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞായിരുന്നു, ഇത് രണ്ടും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അവിടെ 1 കിട്ടും. അപ്പൊ നോക്കി, ആദ്യത്തെ കാര്യം കിട്ടിക്കഴിഞ്ഞു. ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് റോ മുകളിൽ പോകും, ഫസ്റ്റ് റോ താഴെ വരും. സെക്കൻഡ് റോ മുകളിൽ വന്നു, ഫസ്റ്റ് റോ താഴെ വന്നു. ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ ആദ്യം നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് ഇവിടെ 1 ആക്കി കിട്ടി. ഓക്കെ. ഇനി അടുത്ത രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇവനെ 0 ആക്കണം. ആരെ 0 ആക്കണം, ഇവനെ 0 ആക്കണം. ഇതിനെങ്ങനെ നമുക്ക് 0 ആക്കാം, 3നെ എങ്ങനെ 0 ആക്കാം? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, 3നെ 0 ആക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, -3 ചെയ്യണം. 3നെ 0 ആക്കാൻ ഒരൊറ്റ വഴിയുള്ള എന്ത് ചെയ്യണം, -3 ചെയ്യണം. മുകളിൽ എന്തായാലും ഒരു 1 നമ്മൾ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ആദ്യം എന്തായാലും 1 ആക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ താഴോട്ട് വരുന്നത്. അപ്പൊ മുകളിൽ എന്തായാലും 1 ആയിരിക്കും അവിടെ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഈ ഫസ്റ്റ് റോനെ നിങ്ങൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ കുറച്ചാ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് റോനെ നിങ്ങൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ കുറച്ചാൽ മതി. അപ്പൊ അതായിരിക്കും ഇതിനെ 0 ആക്കാനുള്ള വഴി എന്ന് പറയുന്നത്. ഈ രീതിയിലായിരിക്കും ഇവനെ 0 ആക്കുന്നത്. ശ്രദ്ധിച്ചേക്കും. അപ്പൊ ഞാൻ ഏത് റോനെയാണ് ചേഞ്ച് വരുത്താൻ പോകുന്നത്, സെക്കൻഡ് റോനെയാണ് ചേഞ്ച് വരുത്താൻ പോകുന്നത്. അപ്പൊ എഴുതണം R2 ചേഞ്ചസ് ടു. സെക്കൻഡ് റോനെയാണ് ഞാൻ ചേഞ്ച് വരുത്താൻ പോകുന്നത്. R2 ചേഞ്ചസ് ടു. മാറി ഇതൊന്നും ഇട്ടളയരുത്, ഇതാണ് ചേഞ്ചസ്. ഇത് ഇന്റർചേഞ്ചിൻ്റെതാണ്. R2 ചേഞ്ചസ് ടു. എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവനെ ഞാൻ
ആദ്യം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആദ്യം ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അതായത് ഫസ്റ്റ് റോനെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. എന്തിനാണ് ഞാൻ ഫസ്റ്റ് റോനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഈ 3നെ 0 ആക്കണമെങ്കിൽ -3 ചെയ്താലേ പറ്റത്തുള്ളൂ. പക്ഷെ മുകളിലൊരു 1 ഉള്ളൂ. അപ്പൊ 1നെ 3 ആക്കാനായിട്ട് എന്ത് ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫസ്റ്റ് റോനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഒന്നുകൂടെ, ഈ 3നെ 0 ആക്കണമെന്നുണ്ടെങ്കിൽ -3 ചെയ്യണം. മുകളിൽ 1 ഉള്ളൂ. 1നെ 3 ആക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഫസ്റ്റ് റോനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പിടികിട്ടിയായിരുന്നു? അപ്പൊ ഇതിനെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് ഈ ഓപ്പറേഷൻ 3R1. എന്നിട്ട് ഈ റോയും കൂടെ കുറച്ചാൽ പോരെ. അതായത് സെക്കൻഡ് റോയും ഇതും കൂടെ അങ്ങ് കുറച്ചാൽ മതി അവിടെ നിന്ന്. അപ്പൊ നിങ്ങളൊന്ന് സൈഡിലും ചെയ്ത് നോക്കണം. ആ കിട്ടുന്ന എലമെന്റ്സ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം. കറക്റ്റ് ആണോ ചെയ്ത് നോക്കണം. ഫസ്റ്റ് റോയിൽ ഒരു മാറ്റവും ഇല്ല. ഞാൻ അത് അതേപടി എഴുതി 1 2. സെക്കൻഡ് റോയിലെ മാറ്റം എന്താണ്? R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R2 ആദ്യത്തെ എലമെന്റ് ഏതാണെന്ന് നോക്ക്, 3. അടുത്ത സൈൻ എന്താണ് നോക്ക്, മൈനസ്. അടുത്ത നമ്പർ എന്താണ് നോക്ക്, 3 × R1. R1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എലമെന്റ് ഏതാണ്? 1. 3 - 3 ഓക്കെ 0. അപ്പൊ നമ്മുടെ ഓപ്പറേഷൻ കറക്റ്റ് തന്നെയാണ്. അഥവാ ഓപ്പറേഷൻ തെറ്റാണെങ്കിൽ നിങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എലമെന്റ് എടുത്ത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് ഓപ്പറേഷൻ നോക്കിയാൽ മതി. എന്താണ് ഞാൻ ചേഞ്ച് വരുത്തേണ്ടത്, എന്റെ ഓപ്പറേഷനിൽ എന്താണ് പ്രശ്നം അത് നോക്കിയാൽ മതി. ഇതിനെ മാത്രം നിങ്ങൾ ചെയ്ത് നിർത്തിക്കളയരുത്. സെക്കൻഡ് റോയിൽ ഫുള്ളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിനെയും ചെയ്യണം നിങ്ങളത്. അപ്പൊ ചെയ്യുമ്പോൾ എന്തെന്ന് വരും? R2 എലമെന്റ് ഏതാണ്? 5. അടുത്ത സൈന് മൈനസ്. അടുത്തത് 3 × അതിന് മുകളിലുള്ള എലമെന്റ്, മുകളിലുള്ള R1 എലമെന്റ് ഏതാണ്? 2. 5 - 3 × 2. 3 × 2 എത്രയാണ്? 6. 5 - 6 എത്രയെന്ന് വരും? -1. 5 - 6 എത്രയെന്ന് വരും? -1. ഇങ്ങനെ നമ്മൾ രണ്ടാമത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ 0 ആക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ടാർഗറ്റ് സിമ്പിൾ ആണ്. മൂന്നാമത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ 1 ആക്കണം. ഇതിനെ 1 ആക്കാനായിട്ട് ഭയങ്കര സിമ്പിൾ ആണ്. 1 ആക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. -1നെ 1 ആക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ ഇവിടെ 2 ആണെങ്കിൽ -2 ആയിരുന്നെങ്കിൽ -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -3 ആയിരുന്നെങ്കിൽ -1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ആയിരുന്നെങ്കിൽ 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത്ര മാത്രമേ ഉള്ളൂ. 1 ആക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നോക്കിയിരിക്കുക, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനെ 1 ആക്കാൻ പോവാണ്. അപ്പൊ 1 ആക്കാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓപ്പറേഷൻ എന്താണ്? സെക്കൻഡ് റോ. കാരണം ഇനി 0നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും പ്രശ്നമില്ല. ഈ 0 മാറത്തില്ല, 0 തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സെക്കൻഡ് റോയിൽ എന്ത് വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു പ്രശ്നമില്ല. 0 ഇനി ഒരിക്കലും മാറത്തില്ല.